അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവനൊരു ജോലി വേണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് വഴി ഉണ്ടാക്കാം. എന്താണ് എന്തെങ്ങനെ നോക്കണ്? അല്ല അമ്മ മറ്റേ അവിടെ ജീരത്തോടത്ത് കൊണ്ടുള്ള പരിപാടിയാണ്. എന്താ മോശമായ പണിയാ? കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ മോശമായ പണിയാണോ? മോശമെന്ന് പറഞ്ഞില്ല. എടാ 700 രൂപ ദിവസം കിട്ടും, ചെലവും കഴിയും. എന്താ മോശം? അങ്ങനെ ഒരു കാശ് വേറെ ഏതെങ്കിലും പണിക്ക് കിട്ടുമോ? അതിനാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്. അല്ലെങ്കിൽ ഇപ്പം അവൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് കൊണ്ടുപോകല്ലേ. തൂമ്പെടുത്ത് കളക്കാൻ അറിയാത്തവനൊക്കെ ആരെങ്കിലും കൃഷിപ്പണിക്ക് കൊണ്ടുപോടാ. ആരും അങ്ങനെ ആദ്യം പഠിക്കുന്നത് പിന്നെ പഠിച്ചോളും കാര്യങ്ങളൊക്കെ. വേറൊരു പണിയുണ്ട്. എന്താ പണി? എൻ്റെ കൂട്ടുകാരൻ സദാശിവനെ ടൗണിലൊരു ഹോട്ടൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ വീടുകളിൽ നിന്നൊക്കെ ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം ഇവിടുന്ന് ഈ ഓർഡറുള്ള വീട്ടിലെ കൊണ്ടേ കൊടുക്കുക. അതിനെന്തൊരു പേര് പറയലോ, എന്താ? ഡെലിവറി ബോയ്. അത് തന്നെ. ആ ജോലി. അയ്യോ, ഡെലിവറി ബോയിട്ട് പോയാ വീട്ടിലെങ്ങാനും പോണ്ടി വന്നോ? അതിനെന്താ മോളെ, ഒരു പണിയില്ല. ഇവിടുന്ന് ഓർഡർ ഉള്ളത് എടുക്കുക, വീട്ടിൽ കൊണ്ടേ കൊടുക്കുക, പിന്നെയും വരിക, ഓർഡർ എടുക്കുക, വീട്ടിൽ കൊണ്ടേ കൊടുക്കുക, അങ്ങനെ എടുക്കുക കൊടുക്കുക. വൈകുന്നേരം ആകുമ്പോൾ കാശ് മേടിച്ച് പോരും ചെയ്യാം. അതല്ലേ പറഞ്ഞത്. അത് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ വേറെ എന്തെങ്കിലും ഒരു പഠിച്ചനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ ഒരു ആവശ്യത്തിന് ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടല്ലോ. അധ്വാനിച്ചല്ലേ ജീവിക്കണേ, പിന്നെന്താ? അല്ല അമ്മാവ, ഞാനേ ക്ലീറ്റോ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും ഒരു ജോലി എന്തായാലും അവനെ ജോലിയില്ല. പിന്നെ ഇവിടെ എത്ര പേർക്ക് ജോലി കൊടുത്തേക്കണം? അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് പരാതിയായിട്ട്. പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് വല്ല ഓഫർ ഒപ്പിച്ചു കൊടുക്കും ചിലപ്പോ. സെക്രട്ടേറിയറ്റിലെ ജോലിയോ? അതിന്റെ പഠിക്കലേ മുദ്രാവാക്യം വിളിക്കാൻ ആളെ വിളിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുദ്രാവാക്യം വിളിക്കണം. പറ്റുമോ? എന്താ ഇല്ല, മോശമൊന്നും പറയുന്നില്ലല്ലേ. അങ്ങനല്ല മാവനെ, ഇങ്ങനെ എല്ലാം പറയുമ്പോ അവനാകെ വിഷമം. അത് വേണ്ട, നമുക്ക് അവന് പറ്റുന്ന എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു കൊടുക്കാനുള്ള വേറൊരു പണി നോക്കിയാലോ? എന്താണ്? കണക്കെഴുതാൻ പറ്റും. ഏത് കമ്പനിയില? എടാ കമ്പനി ഒന്നുമല്ല, പച്ചക്കറി ഹോൾസെയിൽ കൊടുക്കുന്ന ഒരു കട ഉണ്ട്. ഞാൻ അവിടെ പച്ചക്കറി കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയപ്പോൾ പറഞ്ഞു കേട്ടു കണക്കെഴുതാൻ ഒരു പയ്യനെ വേണമെന്ന്. അത് മൊത്തം കണക്കുകളൊക്കെ നോക്കി നടന്നാൽ മതി. മാസം എന്തെങ്കിലും ഒരു ശമ്പളം കിട്ടും. എന്നാലും കണക്കെഴുതുന്ന ആളാണല്ലോ, എങ്ങോട്ട് പോകണ്ട, കടയിൽ ഇരുന്നാൽ മതി. ആ പണിയായല്ലോ. അത് കുഴപ്പമില്ല, ചെയ്യാം. അപ്പം ഞാൻ അതൊന്ന് പറയാം. ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കുക, പിന്നെ നല്ല ജോലി കിട്ടുമ്പോൾ മാറാലോ. അതിപ്പോ എല്ലാരും സൈഡായിട്ട് ഇപ്പൊ പുറത്തൊക്കെ എല്ലാരും അങ്ങനെയല്ലേ. ഇപ്പൊ പുറത്തെ രാജ്യങ്ങളിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ പഠിക്കുന്ന സമയം അല്ലാതെ സമയങ്ങളിലൊക്കെ പോയി സൈഡ് ജോലികളൊക്കെ ചെയ്യും. അത് വേണ്ടമ്മാവ. അല്ല, അവന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലിയൊന്നും അല്ലല്ലോ അത്. ഞാൻ ക്ലീറ്റോ ചേട്ടനോട് പറയാന്ന്. ഞാൻ പറഞ്ഞ ക്ലീറ്റോ ചേട്ടൻ കേൾക്കും. ഇവരുടെ കാര്യം പറഞ്ഞാലോ, ഇവരിവിടെ വന്ന് താമസിക്കണത് തന്നെ അവന് ഇഷ്ടമല്ല. നേരിട്ട് കണ്ട എന്തൊക്കെ നടക്കാച്ചിട്ടാ ഞാനല്ലേ പറയുന്നത്. ചേച്ചി തൽക്കാലം ഒരു ജോലി ആവല്ലോ, അത് മതി. കുഴപ്പമില്ല. പിന്നെ കടയിൽ ചെന്ന് ഇരിക്കല്ലേ വേണ്ടു, ഇതിന്റെ കണക്ക് എഴുതല്ലേ വേണ്ടു. അലഞ്ഞിരിയൊന്നും വേണ്ടല്ലോ. അമ്മാന് പറ്റുമെങ്കിൽ വേറെ വല്ല ഒപ്പിക്കാം. അല്ല, വരുമ്പോ പോവാലോ. പെട്ടെന്ന് എടുത്ത് ചാടി വേണം പറഞ്ഞാൽ എവിടുന്നാ നടക്കുക. ഇത് വേണോ? ഇത് കുഴപ്പമില്ല ചേച്ചി, ചെയ്യാലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോലി കിട്ടിയാ പോരെ. ഇപ്പൊ തൽക്കാലം ഇപ്പൊ അവനൊരു ജോലി വേണം. അത് മോശമല്ലാത്ത അവൻ പഠിച്ചതനുസരിച്ചുള്ള ജോലി. ഇതിപ്പോ കുഴപ്പമില്ലാത്ത പരിപാടിയാണല്ലോ. അവന് പോകാന്നുള്ളല്ലോ. നിജെന്തെങ്ങനെ അന്തമണിയെ പോലെ ഇരിക്കുന്നു? ഇല്ല, ഇവിടുന്നല്ല, വീട്ടിൽ നിന്ന്. 3-4 ദിവസമായിട്ട് ഇവിടുന്നല്ലേ, വല്ലപ്പോഴും വീട്ടിൽ നിന്ന് കളിക്കണ്ടേ. വീട്ടിൽ നിന്ന് ടാറ്റ. 3-4 ദിവസം